ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് സ്വാലിഹായ മർഅത്തുൻ സ്വാലിഹ, സ്വാലിഹായ പെണ്ണാണ്. അതിനേക്കാൾ നല്ലൊരു പടപ്പ് ഈ ദുനിയാവിൽ വേറെയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും നല്ല വിഭവം, ഏറ്റവും നല്ല പടപ്പ്, ഏറ്റവും നല്ല സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് മർഅത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണാണ്. ആരാണ് ഏറ്റവും നല്ല പെണ്ണ്? രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ അള്ളാഹുവിനോടുള്ള ഭയത്താൽ കിടക്കപ്പായിൽ നിന്ന് ശരീരം പറിച്ചെടുത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത് തൻ്റെ കൂടെ ജീവിക്കുന്ന പ്രിയതമന് വേണ്ടിയും സന്താനത്തിന് വേണ്ടിയും സ്വർഗപ്രവേശനത്തിന് വേണ്ടി ദുആ ചെയ്ത് കത്തിയെരിയുന്ന നരകത്തെ, ആ നരകം കാണുന്നതിൻ്റെ മുന്നേ കണ്ണിൽ കണ്ട് മനസ്സിൽ കണ്ട് തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ്. എന്നിട്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ സ്നേഹത്തോടെ വിളിച്ചുണർത്തി വെള്ളം കുടഞ്ഞ് തൻ്റെ കൂടെ നിസ്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചുണർത്തുന്ന ഒരു പെണ്ണാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ബർക്കത്ത്, നന്മ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ടവർ, ആ ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ വളരെ കൃത്യമായി എന്താണ് ആ സ്വലാത്തിൻ്റെ അർത്ഥമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ, അന്ന് എന്താണ് മക്ക? നമ്മളൊക്കെ ദുൽഹജ്ജ് എടുത്തു കഴിഞ്ഞാൽ 10,000 വട്ടം കേൾക്കുന്ന ചരിത്രമാണ്. എന്താണെന്ന് മക്ക? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുടുംബവുമായി കാൽനടയായി ചെന്ന ആ മക്കയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴികളിൽ 2 ഭാഗത്തും നിരന്നു കിടക്കുന്ന ഊഷര ഭൂമിയെ നമുക്ക് കാണാൻ സാധിക്കും. പച്ചവെള്ളം പോലും കിട്ടാത്ത, പാറമടകൾ മാത്രമുള്ള, ചെന്നായ്ക്കളെ പോലും കണ്ടുകിട്ടാൻ സാധിക്കാത്ത, മനുഷ്യവാസമില്ലാത്ത കിലോമീറ്ററുകൾ, 100 കണക്കിന് കിലോമീറ്ററുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത പഴവർഗ്ഗങ്ങളില്ല, പച്ചക്കറികളില്ല, ഭക്ഷ്യവിഭവങ്ങളില്ല, നാട്ടുകാരില്ല, സംവിധാനങ്ങളില്ല, സൗകര്യങ്ങളില്ല, എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ മക്കയിൽ നിന്ന് പുറത്തു കിടന്നതിൻ്റെ പ്രാന്തപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാൽനടയായി വന്ന ആ പുരാതന കാലത്തെ സ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് തൻ്റെ പിഞ്ചു പൈതലുമായി, തൻ്റെ ചോരപ്പൈതലുമായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഹാജറ ബീവിയും ആ മക്കയിലേക്ക് വരുന്നത്. അവിടെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്താക്കിയിട്ട് തിരിച്ചു പോരുമ്പോൾ ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നിങ്ങൾ ഈ പോകുന്നത്? ഞങ്ങൾക്ക് ആരാണ് ഇവിടെ ഉള്ളത്? ആരാണ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകുക? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മിണ്ടിയില്ല. അവിടെയാണ് ആ ഉമ്മയുടെ, ആ ഭാര്യയുടെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ അധ്യായങ്ങൾ രചിക്കപ്പെടുന്നത് അവിടെയാണ്. ഹാജറ ബീവി ചോദിക്കാണ്, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു ആണോ അങ്ങയോട് ഇത് കൽപ്പിച്ചത്? നാം, അതെ. പിന്നൊരു ചോദ്യമില്ല, പിന്നൊരു വർത്താനമില്ല, പിന്നൊരു ബേജാറും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്ക് മാത്രം മതിയായിരുന്നു ഹാജറ എന്ന പെണ്ണിന് ആ മരുഭൂമിയിൽ, അല്ലെങ്കിൽ ആ ഊഷരഭൂമിയിൽ, പച്ചവെള്ളം കിട്ടാത്ത ഊഷരഭൂമിയിൽ ധൈര്യത്തോടെ നിൽക്കാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ വാക്ക് മാത്രം മതിയായിരുന്നു. അള്ളാഹിൻ്റെ കൽപ്പനയാണ്, അള്ളാഹിൻ്റെ കൽപ്പനയാണെങ്കിൽ എന്നെയും എൻ്റെ കുട്ടിയെയും സംരക്ഷിക്കാം, പടച്ചോ മതി, വേറെ ആരും വേണ്ട എന്ന യഖീനുള്ള, എന്ന വിശ്വാസമുള്ളൊരു പെണ്ണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട് ചോദിക്കാനുള്ളത്, ആ ഈമാനും നമ്മുടെ ഈമാനും തമ്മിലൊന്ന് തട്ടിച്ചു നോക്കുക. ജീവിതത്തിലൊരു പ്രയാസം വരുമ്പോൾ നമ്മുടെ നാവുകൾ മന്ത്രിക്കുന്നത് എന്താണ്? യാ അല്ലാ എന്നാണോ? ഹാജറ ബീവിക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത സമാധാനം, ഇവിടെ ഗോത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ കച്ചവട സംഘങ്ങൾ കടന്നു പോകും, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തിപ്പുറത്തൊക്കെ നോക്കിയാൽ നിനക്ക് വെള്ളം കിട്ടും എന്നൊന്നുമല്ല, അള്ളാഹുവാണ് കൽപ്പിച്ചത് എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പന എന്ന കേട്ട മാത്രയിൽ ആ മഹദിയുടെ ഹൃദയം സമാധാനമടഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മോട് ചോദിക്കുക, എനിക്ക് രോഗം വരുമ്പോൾ, ജീവിതത്തിൽ
തസ്ബീഹ് മാലയുടെ നൂലുപൊട്ടി മുത്തുമണികൾ അടർന്നടന്ന് ഒന്നിനു പുറമെ ഒന്നായി വീഴുന്നത് പോലെ പരീക്ഷണത്തിന്റെ നൂലാമാലകൾ ജീവിതത്തിൽ വന്ന് നിറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് നിറയുന്ന, എൻ്റെ ഹൃദയത്തിലേക്ക് നിറയുന്ന ചിന്തകൾ എന്താണ്? എവിടേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? ഏതെങ്കിലും ഒരു തങ്ങളുടെ അടുത്ത് പോയി, ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയി, ഏതെങ്കിലും ഒരു സിദ്ധൻ്റെ അടുത്ത് പോയി ഒരു ഉറുക്ക് വാങ്ങിച്ച് കഴുത്തിലും കയ്യിലും കെട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും അറബിയിൽ എഴുതി വെച്ച മുട്ട കൊണ്ടുവന്ന് വീടിൻ്റെ 4 ഭാഗത്ത് കുഴിച്ചിട്ട് അങ്ങനെ സമാധാനമടയാനാണോ നമ്മുടെ ഹൃദയം നമ്മോട് പറയുന്നത്? എങ്കിൽ ഹാജറ ബീവിയുടെ ഈമാൻ നമുക്കില്ലാതെ പോയിട്ടോ? അതല്ല, ജീവിതത്തിൽ പരീക്ഷണത്തിൻ്റെ അധ്യായങ്ങൾ തുടരെ വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മെ പിടിച്ചു വലിക്കുന്നത് മുസല്ലയിലേക്കാണെങ്കിൽ, വീട്ടിലെ നിസ്കാരപ്പടത്തിലേക്കാണെങ്കിൽ, സുജൂദിലേക്കാണെങ്കിൽ, ആ സുജൂദിൽ കിടന്നിട്ട് സർവമറിയുന്ന സർവലോകരക്ഷിതാവായ അള്ളാഹുവിനോട് സങ്കടം പറയുന്നതിലേക്കാണ് എന്റെയും നിങ്ങളുടെയും മനസ്സുകൾ നമ്മെ പിടിച്ചു വലിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളാണ് യഥാർത്ഥത്തിൽ ഹാജറ ബീവിയുടെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിൻഗാമികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉമ്മ, അള്ളാഹുവിനാൽ സമാധാനമടയുന്ന, അള്ളാഹുവിനാൽ സാന്ത്വനമടയുന്ന, അള്ളാഹുവിനാൽ സമാശ്വസിക്കപ്പെടുന്ന, എല്ലാം നഷ്ടപ്പെട്ടാലും ചുറ്റിലും ഒന്നുമില്ലെങ്കിലും പടച്ച റബ്ബ് മാത്രം മതി എൻ്റെ അത്താണിയായി, എൻ്റെ അവലംബമായി, എൻ്റെ ആശ്രയമായി എന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മ വളർത്തിയെടുക്കുന്ന മക്കളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ മക്കൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും, ഈ ലോകത്തിന്റെ ഇസ്സത്തിനെ മാറ്റിമറിക്കും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അങ്ങനെയുള്ള ഉമ്മമാരുടെ നാവിലൂടെ അടർന്നു വീഴുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, അത് നാവിൽ നിന്ന് ചെവിയിലേക്കല്ല പോവുക, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കായിരിക്കും. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും അതെൻ്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ളതാന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു ഉമ്മ താരാട്ടുപാട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പാടിക്കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പോലെ നാവിൽ നിന്ന് ചെവിയിലേക്കുള്ള ഒരു സന്ദേശ കൈമാറ്റമല്ല, ഒരധര വ്യായാമമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ മാത്രം ശക്തിയുള്ള ഒരു മുദ്രാവാക്യമായി, ഒരു വലിയ ഒരു ചലനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറും. അതുകൊണ്ടാണ് ഹാജറ ബീവി എന്ന മുവഹിദയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ പ്രായത്തിൽ തന്നെ അത്രമേൽ വലിയ അത്ഭുതമായി മാറിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവചരിത്രം നമുക്കറിയാം. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവചരിത്രം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനയുമായി വരികയാണ്. എന്താ കൽപ്പന? മകനെ അറുക്കണം എന്നാണ് കൽപ്പന. ആ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. ഹാജറ ബീവിയുടെ അടുത്ത് നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടി അദ്ദേഹം ഒരു തൻ്റെ ബാല്യകാലത്തിലാണ്, ഒരുപാടൊന്നും വലുതായിട്ടില്ല, ഒരുപാടൊന്നും വളർന്നിട്ടില്ല, ബാല്യകാലത്തിലാണ്. പക്ഷേ ആ ബാല്യകാലം വരെ വളർന്നത് തികഞ്ഞ തൗഹീദുള്ള, അള്ളാഹുവിന് സർവം സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മയുടെ കീഴിലാണ് എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ ആ മകനെയും കൂട്ടിക്കൊണ്ടുപോയി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറയാണ്, മോനെ, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയുണ്ട്. എന്താണ് കൽപ്പന? യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, നിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതായി പൊന്നു മോനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വിശദീകരണമില്ലാതെ ആ മകന് മനസ്സിലാകുകയാണ്. തന്റെ പിതാവ് ഒരു പ്രവാചകനാണ്, ഉപ്പയൊരു പ്രവാചകനാണ്. ഉപ്പാന്റെ സ്വപ്നം എന്ന് പറയുന്നത് പാഴ്സ്വപ്നങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പാനോട് പറയുകയാണ്, ബാപ്പാ ഫൻദുർ മാദാ തറാ ഫഫഅൽ മാ തുഅ്മർ. ബാപ്പാ, എന്താണോ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അങ്ങക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങേക്ക് എന്നെ കാണാൻ സാധിക്കും ഉപ്പാ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം പിതാവിന് നൽകിയ സമ്മതത്തെ
റഹ്മത്തിന്റെ വചനമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വാപ്പാ, ഈ എൻ്റെ കുപ്പായത്തിനുണ്ടല്ലോ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിന് രക്തമാകാതെ എൻ്റെ ഉമ്മാക്കിന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. എൻ്റെ സ്മരണകൾ നിലനിർത്താൻ എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഈ കുപ്പായം നിങ്ങൾ തിരിച്ചു കൊണ്ടുകൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ അറുക്കാൻ കിടത്തുമ്പോൾ എൻ്റെ കൈകാലുകൾ നന്നായി കെട്ടിയിടണേ. കാരണം മരണവെപ്രാളത്തിൽ, മരണത്തിന്റെ വേദനയിൽ ഒരു പക്ഷെ ഞാൻ കുതറിയോടാൻ ശ്രമിച്ചേക്കാം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാതെ വന്നാലോ, അതുകൊണ്ട് എൻ്റെ കൈകാലുകൾ കൃത്യമായി കെട്ടിയിടണേ. എന്നിട്ട് എൻ്റെ ഉപ്പ എൻ്റെ കഴുത്തിൽ നിങ്ങൾ കത്തിവെക്കുമ്പോൾ മലർത്തി കിടത്തിക്കൊണ്ട് എൻ്റെ കഴുത്തിൽ കത്തിവെക്കരുത്. കാരണം എൻ്റെ കണ്ണുകൾ നിങ്ങൾ കണ്ടാൽ, എൻ്റെ മുഖം നിങ്ങൾ കണ്ടാൽ, എൻ്റെ മുഖത്ത് നിയലിക്കുന്ന ആ വേദനയും പ്രയാസവും നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ ഒരു പക്ഷേ അല്ലാഹു ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് പിന്മാറിയേക്കാം. അതുകൊണ്ട് മലർത്തി കിടത്തിക്കൊണ്ട് എൻ്റെ മുഖം നോക്കാതെ രാജാതിരാജനായ അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉപ്പാ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ കൽപ്പനയുടെ പൂർത്തീകരണത്തിന് വേണ്ടി സ്വന്തം കഴുത്ത് നീട്ടിക്കൊടുത്ത ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് തർബിയത്ത് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ ഉമ്മയിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം ചൊല്ലുന്ന സ്വലാത്തിന്റെ ആഴത്തിലുള്ള അർത്ഥമതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ട ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയുമോ? ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിന് വേണ്ടി തന്റെ കൂടെ നടക്കുന്ന, തന്റെ തോളോട് തോളുരമ്മി നടക്കുന്ന സ്വന്തം ജീവൻ വരെ ആ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ വഴിയിൽ ബലികഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉമ്മയെയും മകനെയും ഒരു കുടുംബത്തെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകി എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. ഈ ഒരു മാറ്റം സാധ്യമാകുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിൽ സർവം സമർപ്പിക്കുന്നതിലൂടെയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നതിലൂടെയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള, അല്ലാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാകുന്നതിലൂടെയാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ നബിയേ പറയുക, പുൽനബിയെ പറഞ്ഞു കൊടുക്കുക, മുഅ്മിനീങ്ങളോട് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ പറയുക. എന്താണ്? ലൈ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ, വിധിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും തന്നെ ബാധിക്കുകയില്ല, സംഭവിക്കുകയില്ല. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവങ്കലേക്കാണ് ഞങ്ങളുടെ മടക്കം, അവനാണ് ഞങ്ങളുടെ ആശ്രയം, അവനാണ് ഞങ്ങളുടെ അവലംബം. ഈ ആശയമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈ ആദർശം ഹൃദയത്തിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ കുടുംബത്തിന്റെ പരിവർത്തനം എത്രമാത്രം എളുപ്പമാണെന്നറിയുമോ? ലോകത്തുള്ള സകല ഭൗതികമായ വിഷയങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിനെ മനസ്സിൽ കുടിയിരുത്താൻ സാധിച്ചാൽ, അള്ളാഹുവിനെ ഹൃദയത്തിൽ കുടിയിരുത്താൻ സാധിച്ചാൽ, മനുഷ്യന്റെ വിജയത്തിന്റെ ഗാഥ തുടങ്ങുന്നത് എവിടെയാണ്? അവന്റെ വിജയത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് എവിടെയാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നാം ആദ്യമായി പഠിപ്പിക്കേണ്ടത് പടച്ചുറപ്പിനെ കുറിച്ചാണ്, അല്ലാഹുവിനെ കുറിച്ചാണ്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? അവരതാ അല്ലാഹുവിന് പുറമെ ചില പകരക്കാരെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്നറിയുമോ? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. എപ്രകാരമാണോ അല്ലാഹുവിനെ ഇഷ്ടപ്പെടേണ്ടത്, അതുപോലെ ഈ പകരക്കാരെ അവരതാ ഇഷ്ടപ്പെടുകയാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ സത്യവിശ്വാസികളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനോട് ശക്തമായ ഇഷ്ടമുള്ളവരാണ്, അല്ലാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ ആ സ്നേഹമതാ ഇരട്ടിക്കുകയാണ്, ആ പ്രതീക്ഷയതാ ഇരട്ടിക്കുകയാണ്. അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറയുകയാണെങ്കിൽ, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, ആളുകൾ നിങ്ങൾക്കെതിരെ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഫഖ്ശൗഹും, അതുകൊണ്ട് ഭയപ്പെട്ടുകൊള്ളുക എന്ന ഭീഷണിയുടെ സ്വരം
അക്ഷരങ്ങൾ അവരുടെ കർണപുടത്തിൽ പതിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ പ്രതികരണം എന്താണെന്നറിയുമോ? ഫസാദഹും ഈമാനാ, അവരുടെ ഈമാനതാ വർദ്ധിക്കുകയാണ്, അവരുടെ ഹൃദയത്തിന്റെ ഈമാനിന്റെ തിളക്കമതാ വർദ്ധിക്കുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറയുകയാണ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. വനിഅമൽ വക്കീൽ, ബലമേൽപ്പിക്കാൻ അവനേക്കാൾ നല്ലത് മറ്റാരാണുള്ളത് എന്ന് അവരതാ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ, അവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ, പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ, ഖാലു, അവർ പറയുകയാണ്, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, വർത്തമാനകാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളുടെയും പരിഹാരം എന്ന് പറയുന്നത് അല്ലാഹുവിലേക്ക് മടങ്ങലാണ്, പടച്ച റബ്ബിലേക്ക് മടങ്ങലാണ്. ഫഫിറൂ ഇലല്ലാഹ്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടുക, അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുക. വേട്ടക്ക് വരുന്നൊരു സിംഹത്തിന്റെ പിടിവായിൽ നിന്ന്, അതിന്റെ ദംഷ്ട്രയിൽ നിന്ന് എത്ര പേടിച്ചിട്ടാണോ മാൻപേടകൾ ജീവനം കൊണ്ടോടുന്നത്, അതുപോലെ തിന്മകളുടെ, അധാർമികതകളുടെ, അസംസ്കാരത്തിന്റെ, വൃത്തികേടുകളുടെ, ദുനൂബുകളുടെ പിടിവായിൽ നിന്ന്, ദ്രംഷ്ട്രകളിൽ നിന്ന് അല്ലാഹുവിന്റെ വക്കാലത്തിലേക്ക്, അല്ലാഹുവിന്റെ സംരക്ഷണത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, കാലഘട്ടം ഏറ്റവും ദുഷിച്ചൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അധാർമികതയാണ്, എവിടെ നോക്കിയാലും വൃത്തികേടാണ്. നന്മ പറയുന്നവർ കുറ്റക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അധാർമികതയുടെ പ്രസരിപ്പ് 21-ാം നൂറ്റാണ്ടിൽ ചരിത്രത്തിന്റെ പുനരാവർത്തനം ഉണ്ടാവുകയാണ്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗാനുരാഗികളായ മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون. സ്ത്രീകളെ പ്രാപിക്കുന്നതിന് പകരം പുരുഷന്മാരെ പ്രാപിക്കുന്ന അധർമ്മികളായ, അതിരുവിട്ടുപോയ ജനതകളെ, എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ ആ ജനതയുടെ മറുപടി എന്താണെന്ന് അറിയുമോ? വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലൂ അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നഹും മുനാസുൻ യതതഹറൂൻ. അവരുടെ മറുപടി എന്തായിരുന്നു? ഈ വിഭാഗം ആളുകൾ, ലൂത്തുണ്ടല്ലോ, ലൂത്തിന്റെ മക്കളുണ്ടല്ലോ, അവർ പരിശുദ്ധിയുള്ളവരാണ്, നിങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ ഇല്ലാത്തവരാണ്, അതുകൊണ്ട് അവരെ എറിഞ്ഞാട്ടണേ, അവരെ അട്ടിപ്പായിക്കണേ, അവരെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കരുതേ, ആട്ടിയോടിക്കണേ എന്ന്. അതാ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമകാലികനായ ലൂത്ത് നബിയുടെ ജനത പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ആ ചരിത്രപരമായ പ്രാചീനതയിലേക്ക് മനുഷ്യൻ തിരിച്ചു നടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ അങ്ങോട്ട് തിരിച്ചു പോകുകയാണ്. പുതിയ കുട്ടികളുടെ തലച്ചോറിൽ അന്ന് വലിച്ചെറിഞ്ഞ മനുഷ്യരാശി എന്ന് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് എത്രയോ പുരോഗമനത്തിലേക്ക് സഞ്ചരിച്ചതിന് ശേഷം ആയിരക്കണക്കിന് കൊല്ലത്തിനിപ്പുറം മനുഷ്യനതാ, ചില ആളുകളതാ ഈ പുരോഗമനം എന്ന രൂപത്തിൽ, ഈ പറയുന്ന മോചനം എന്ന രൂപത്തിൽ, ഈ പറയുന്ന വിദ്യാഭ്യാസം എന്ന രൂപത്തിൽ, ഈ പറയുന്ന ആധുനികത എന്ന രൂപത്തിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ചെലവാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മക്കളുടെ യഥാർത്ഥ സംരക്ഷണം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ, അള്ളാഹുവിനോടുള്ള ഇഷ്ടമല്ലാതെ മറ്റൊന്നും അവരെ മാറ്റുകയില്ല കേട്ടോ, മറ്റൊന്നിനും അവരെ മാറ്റാൻ സാധിക്കുകയില്ല. എത്രയാണ് മക്കളെ നിങ്ങൾ നിയന്ത്രിക്കുക, എത്രയാണ് കുട്ടികളെ നിങ്ങൾ നിയന്ത്രിക്കുക, അവരോട് പറഞ്ഞു നിൽക്കാൻ. ടെക്നിക്കൽ വേൾഡിൽ അവർക്കുള്ള അറിവോ അവർക്കുള്ള പ്രാവീണ്യതയോ ഒന്നും നമുക്കില്ല. ഏതൊക്കെ സൈറ്റുകളിലേക്കാണ്, ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കാണ് അവർ കടന്നു പോകുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല, ഒരറിവും നമുക്കില്ല. അവിടെ അവർക്ക് കടിഞ്ഞാണിടാൻ നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, പടച്ച റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അതല്ലാതെ മറ്റൊരു വഴിയും
ഈ പറയുന്ന അധാർമികതയുടെ ലോകത്ത് അവരെ മോചിപ്പിക്കാനില്ല എന്ന് നാം മനസ്സിലാക്കുക. പരലോകത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏറ്റവും വലിയ വാഇദ്, ഏറ്റവും വലിയ ഉപദേശകൻ ഏതെങ്കിലും പ്രാസംഗികനോ പ്രഭാഷകനോ വയത് പറയുന്ന ഉസ്താദോ അല്ല. ഏറ്റവും വലിയ ഉപദേശകൻ എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ അവരുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയും സ്മരണയുമാണ്. അതിനേക്കാൾ വലിയൊരു ഉപദേശകൻ വേറെ ഇല്ല. മരണത്തെക്കുറിച്ച് ഓർക്കുക. മരണത്തിൻ്റെ സമയത്ത് മാറാൻ തയ്യാറല്ലാത്ത ഒറ്റ മനുഷ്യനെ ഈ ലോകത്ത് അല്ലാഹു പടച്ചിട്ടില്ല. എല്ലാവരും മാറും. മരണത്തിൻ്റെ സമയത്ത് എല്ലാവരും മാറും. അവിടെ മാറാത്ത ഒരാളും ഇല്ല. അവിടെ മാറി ചിന്തിക്കാത്തൊരു മനുഷ്യനും ഇല്ല. നോക്ക് നിങ്ങൾ, ലോകത്ത് ഏറ്റവും കൊടിയ ധിക്കാരികളിൽ ഒരാളാണ് ഖുർആൻ പേരെണ്ണി പറഞ്ഞ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഈ ഫിർഔൻ, അവൻ്റെ മുന്നിലേക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്നായി വരുന്നുണ്ട്. അവിടെയൊന്നും അവൻ നന്നാവാൻ തയ്യാറായില്ല. അവിടെയൊന്നും അവൻ മാറാൻ തയ്യാറായില്ല. പരിശുദ്ധ ഖുർആൻ ആ ചരിത്രം കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അള്ളാഹു ചോദിക്കാൻ, ഹൽ അതാക ഹദീഥു മൂസാ, മൂസായുടെ സംഭവം റസൂലേ അങ്ങേക്ക് വന്നെത്തിയോ? ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ, തുവാ താഴ്വര എന്ന പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ റബ്ബ് വിളിച്ചിട്ട് പറയുകയാണ്, ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔനിലേക്ക് താങ്കൾ പോകുക, അവൻ ആക്രമിച്ച് അതിരികം വിഞ്ഞിരിക്കുകയാണ്, അതിരുവിട്ടിരിക്കുകയാണ്. ഫഖുൽ, എന്നിട്ട് പറയുകയും ചെയ്യുക, ഹല്ലക ഇലാ അൻ തസക്കാ, നന്നാവാൻ നീ തയ്യാറുണ്ടോ? പരിശുദ്ധി പ്രാപിക്കാൻ നീ തയ്യാറുണ്ടോ? ഫഅറാഹുൽ ആയത്തുൽ കുബ്റാ, എന്നിട്ട് മൂസാ നബി ഫിർഔനിന്റെ മുന്നിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്, വലിയ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഫിർഔനിന്റെ പ്രതികരണം എന്താണ്? ഫകല്ലബ വഅസാ, അവൻ അതാ അതിനെ നിഷേധിക്കുകയാണ്, അനുസരണക്കേട് കാണിക്കുകയാണ്. സുമ്മ അജ്ബറ യസ്ആ, പിന്തിരിയുകയാണ്, ആ സത്യപ്രബോധന മാർഗത്തിനെതിരെ പ്രവർത്തനം നടത്തുകയാണ്. ഫഹശറ ഫനാദാ, എന്നിട്ട് അവന്റെ സൈന്യത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഖാല അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്. അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് മൂസാ നബി പഠിപ്പിക്കാൻ വന്നപ്പോ, അല്ലാഹുവിന്റെ റുബൂബിയത്ത് മൂസാ നബി പഠിപ്പിക്കാൻ വന്നപ്പോ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചും ജലാലത്തിനെ കുറിച്ചും ആദമത്തിനെ കുറിച്ചും പഠിപ്പിക്കാൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തപ്പോ ഫിർഔനിന്റെ പ്രതികരണം എന്താണ്? അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് ഉന്നതനായ രക്ഷിതാവ്, എന്നെക്കാൾ വലിയ റബ്ബില്ല, എന്നെക്കാൾ വലിയ രക്ഷിതാവില്ല, എന്നെക്കാൾ വലിയ ദൈവമില്ല എന്ന് ഫിർഔൻ ധിക്കാരത്തോടെ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യരെങ്ങനെയാണ്, എത്ര തന്നെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും, എത്ര തന്നെ തിരുത്തലുകൾ ജീവിതത്തിൽ കണ്ടാലും അവര് നന്നാവൂല, നന്നാവാൻ അവർക്ക് സാധ്യമല്ല. ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകൊണ്ട് അവര് കാണുകയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, ചെവി കൊണ്ട് അവര് കേൾക്കുകയുമില്ല. ഉലൈക കല്ലൻആമി ബൽ ഹും അദൽ, കന്നുകാലികളെക്കാൾ അതപ്പതിച്ചു പോയവരാണവർ. അവരുടെ പ്രത്യേകത എന്താണ്? ജിന്നുകളിലും മനുഷ്യരിലും പെട്ട വലിയൊരു വിഭാഗമുണ്ടല്ലോ, അവര് നരകത്തിന്റെ വിറക് കൊള്ളികളാണ്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ഫിർഔനിന്റെ മുന്നിൽ വന്നത്. അല്ലാഹു പറയുകയാണ്, തൂഫാൻ വന്നു, മൊത്തം തൂഫാൻ വന്നു, വെള്ളപ്പൊക്കം വന്നുകൊണ്ടാകെ കൃഷിനാശവും അതുപോലെ സാമ്പത്തിക നഷ്ടവും സംഭവിച്ചു. മൂസാ നബിയുടെ മുന്നിലേക്ക് ഫിർഔനിന്റെ കിങ്കരന്മാര് വന്നിട്ട് പറയുകയാണ്, ഈ ബലാ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തന്നാൽ, ഈ പരീക്ഷണം ഞങ്ങളിൽ നിന്ന് മാറ്റിത്തന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചോളാം, നീ പറയുന്ന റബ്ബിൽ വിശ്വസിച്ചോളാം. മൂസാ നബി പ്രാർത്ഥിക്കുകയാണ്, ബലാ നീങ്ങിപ്പോകുകയാണ്. ഫിർഔനും കൂട്ടരും പഴയ ധിക്കാരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. അടുത്തതായി വൽ ജറാദ്, വെട്ടുകിളികളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയാണ്. ആ നാട് മുഴുവൻ വെട്ടുകിളികളെ കൊണ്ട് നിറയുകയാണ്. സാമ്പത്തിക നഷ്ടവും സൗര്യനഷ്ടവും ഉണ്ടാവുകയാണ്. വീണ്ടും ഫിർഔൻ സമീപിക്കുന്നു, ഈ പരീക്ഷണം മാറ്റി തന്നാൽ ഞങ്ങൾ അല്ലാഹുവിൽ
അല്ലാഹുവിൽ വിശ്വസിച്ചോളാം. മൂസാ നബി പ്രാർത്ഥിക്കുന്നു, ബലാ നീങ്ങിപ്പോകുന്നു. ഫിർഔനും കൂട്ടരും പഴയ ധിക്കാരത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. വൽ ഖുമ്മൽ ചെള്ളുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയാണ്. എല്ലായിടത്തും പേനുകളും ചെള്ളുകളും മൂസാ നബിയുടെ പ്രാർത്ഥന പ്രകാരം അത് മാറ്റിക്കൊടുക്കുകയാണ്. അവരതാ വീണ്ടും പഴയ ധിക്കാരത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. തവളയെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നു. ജലാശയങ്ങളിലും കൃഷിയിടങ്ങളിലും താമസ സ്ഥലങ്ങളിലുമെല്ലാം തവളകളെ കൊണ്ട് നിറയുകയാണ്. മൂസാ നബിയുടെ അടുത്ത് വന്നുകൊണ്ട് പരാതി പറയുന്നു, പരിഭവം പറയുന്നു. മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ പരാതി, ആ ദുആയിൽ അല്ലാഹു ആ ബലാഉം നീക്കി കൊടുക്കുകയാണ്. വദ്ദം ചോരയെ കൊണ്ട് പരീക്ഷിക്കുകയാണ്. കുടിവെള്ളത്തിൽ ചോര, എവിടെ നോക്കിയാലും രക്തമയം, കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹിച്ച് തൊണ്ട വരളുന്ന അവസ്ഥയെത്തിയപ്പോ വീണ്ടും അതാ മൂസാ നബിയുടെ മുന്നിലേക്ക് ഫിർഔൻ വരികയാണ്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ പ്രിയപ്പെട്ടവരെ. തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ضفادع والدم آيات مفصلات കൃത്യമായി അല്ലാഹുവിന്റെ ഖുദ്റത്തും അല്ലാഹുവിന്റെ അദമത്തും അല്ലാഹുവിന്റെ ജലാലത്തും കൃത്യമായി വിശദീകരിക്കുന്ന എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങൾ ഫിർഔനിന്റെ മുന്നിലേക്ക് വന്നിട്ടും അതൊന്നും അവന്റെ കണ്ണു തുറപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ധിക്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് അവൻ വീണ്ടും വീണ്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവസാനമായ ഒരു വലിയ ദൃഷ്ടാന്തം കൂടി പടച്ചറബ് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണെന്നറിയുമോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലുന്നതിന് വേണ്ടി ഫിർഔനും പടയാളികളും ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോ ആ പ്രവാചകന്റെ മുന്നിൽ ചെങ്കടലിന്റെ തിരമാലകൾ വലിയ പർവ്വതങ്ങൾ പോലെ രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന കാഴ്ചയതാ ഫിർഔൻ തന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ആ കണ്ണുകൊണ്ട് അത്ഭുതം കണ്ടപ്പോ, ദൃഷ്ടാന്തം കണ്ടപ്പോ, താൻ കൊല്ലാൻ പോകുന്നത് അല്ലാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കുന്നത് പകരം അതേ ദൂതനെ കൊല്ലുന്നതിന് വേണ്ടി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ വഴിയിലേക്ക് ഫിർഔനും പടയാളികളും പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അല്ലാഹുവിന്റെ പിടുത്തം വരുന്നത്. അവിടെയാണ് മരണമെന്ന വലിയ വായിദ് രംഗപ്രവേശം ചെയ്യുന്നത്. അവിടെ വെച്ച് ഈ ചെങ്കടൽ പഴയ രൂപത്തിലേക്കായപ്പോ, ആഴമുള്ള ചെങ്കടലിന്റെ ആഴിയിലേക്ക് ഫിർഔൻ ഇങ്ങനെ ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയപ്പോ ഫിർഔനദാ പറയുകയാണ്, ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ. മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിക്കുന്നു. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് പ്രിയപ്പെട്ടവർ ഫിർഔനിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത്. ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ല ഞാൻ വിശ്വസിച്ചു എന്നൊരു വട്ടം പോലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അന റബ്ബുക്കുമുൽ അഅല എന്ന ആവർത്തിച്ച അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ സ്വരം പുറപ്പെടുവിച്ച ഫിർഔൻ മരണം മുന്നിൽ കണ്ടപ്പോ പറയുകയാണ്, ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്. എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, എത്ര പ്രസംഗം കേട്ടാലും, പ്രഭാഷണങ്ങൾ കേട്ടാലും, എത്ര എഴുത്തുകൾ വായിച്ചാലും, ഖുതുബകൾ കേട്ടാലും, ജീവിതത്തിൽ തുടർന്നു പോകുന്ന വൃത്തികേടുകൾ, തിന്മകളിൽ നിന്ന് മാറാത്ത മനുഷ്യരുടെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യര് മാറുന്ന ഒരു സന്ദർഭമുണ്ട്. ആ മനുഷ്യര് മാറി ചിന്തിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ഏതാണെന്നറിയുമോ? മാറ്റം കൊണ്ടൊരു പ്രതിഫലവുമില്ലാത്ത, മാറ്റം കൊണ്ടൊരു ഗുണവുമില്ലാത്ത മരണത്തിന്റെ സമയമാണ്. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ചെയ്യാതെ പോയ എന്റെ സാലിഹായ കർമ്മങ്ങൾ ഞാനൊന്ന് ചെയ്യട്ടെ, ഞാൻ നന്നായിക്കോളാം, എനിക്ക് അല്പസമയം ഒന്ന് നീട്ടിത്തരണേ. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, സമീപമായ ഒരു അവധി വരെ എനിക്കൊന്ന് നീട്ടിത്തന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു കൊള്ളാം. ആ കിട്ടുന്ന സമയം മുഴുവൻ റബ്ബിന്റെ മുന്നിൽ സുജൂദിലായി കഴിഞ്ഞുകൊള്ളാം. അറ്റുപോയ ബന്ധങ്ങൾ ചേർത്തു വെക്കാൻ എല്ലാ വിട്ടുവീഴ്ചകളും ഞാൻ ചെയ്തു കൊള്ളാം. ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചരിച്ചു കൊള്ളാം, സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്നൊരു മനുഷ്യൻ പറയുന്നു. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ബർസഖിന്റെ ലോകത്തിലേക്കുള്ള, മരണത്തിന്റെ കയത്തിലേക്കുള്ള മൂടി അങ്ങോട്ട് മാഞ്ഞു കഴിഞ്ഞാൽ, പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആ സഫറിന് അവസാനമില്ല പ്രിയപ്പെട്ടവരെ. അവിടെ നിന്നൊരു തിരിച്ചുവരവില്ല. ആ വാക്ക് വെറുതെയാണ്. ഒരാൾക്ക് അവധി വന്നെത്തിയാൽ, മരണത്തിന്റെ സമയം വന്നെത്തിയാൽ, ആ മരണത്തിന്റെ സമയത്തിൽ നിന്നൊരു നിമിഷം പോലും അവനെ പിടിച്ചു കയറ്റാൻ, ഒരു നിമിഷം പോലും അവനെ
നീട്ടിക്കൊടുക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. ഒരു ഉസ്താദിനും സാധ്യമല്ല, ഒരു തങ്ങൾക്കും സാധ്യമല്ല, ഒരു ആലിമിനും സാധ്യമല്ല, ഒരു വൈദ്യശാസ്ത്രജ്ഞനും സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുകയാണ്. ഫിർഔനിന്റെ വിഷയത്തിലും സംഭവിച്ചത് ഇതാണ്. ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാൻ വിശ്വസിക്കാമെന്ന് താണുകേണ് ഫിർഔൻ പറഞ്ഞപ്പോ അള്ളാന്റെ തിരിച്ചുള്ള ചോദ്യം എന്താണെന്നറിയുമോ? ഇപ്പോഴാണോ ഫിർഔൻ നിനക്ക് ബോധം വരുന്നത്? അവസരങ്ങൾ തീർന്നു പോയല്ല ഫിർഔൻ, പശ്ചാത്താപത്തിന്റെ വാതിലടഞ്ഞു പോയല്ല ഫിർഔൻ. അല്ലാഹു പറയുകയാണ്, രണ്ടവസരങ്ങളിലാണ് മനുഷ്യന്റെ മുന്നിൽ പശ്ചാത്താപത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുക. ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന സമയത്ത് അതിന് സാക്ഷികളാകുന്ന ഏതൊരു മനുഷ്യനും തൗബ ചെയ്യുമെന്നാണ്, ഏതൊരു മനുഷ്യനും പശ്ചാത്തപിച്ചു പോകുമെന്നാണ്. ഒന്നാമത്തെ അവസരം ഏതാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ മരണത്തിന്റെ ദൂതന്മാരായ മലക്കുകളെ നമ്മൾ കണ്ട് നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയം പശ്ചാത്തപിക്കാത്ത മനുഷ്യരുണ്ടാവുകയില്ല, തൗബ ചെയ്യാത്ത മനുഷ്യരുണ്ടാവുകയില്ല, തൗബ കൊണ്ടൊരു ഫലവുമില്ല. രണ്ടാമത്തെ അവസ്ഥ ഏതാണെന്നറിയുമോ? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമ്പോഴാണ്. എല്ലാ ദിവസവും കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യൻ ഒരു ദിവസം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചു പൊന്നുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഒരു ഉദയം സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഉദയം ഉണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവിടെ യഥാ പശ്ചാത്താപത്തിന്റെ വാതിലടയുകയാണ്, അവിടെ യഥാ തൗബയുടെ വാതിലടയുകയാണ്. അതിന്റെ മുന്നേ എൻ്റെ പ്രിയപ്പെട്ടവരെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ, ഹൃദയത്തിൽ നിന്നുള്ള തൗബ, മനസ്സിൽ നിന്നുള്ള തൗബ, കണ്ണീരിൽ കുതിർന്ന തൗബയുമായി അല്ലാഹുവിലേക്ക് പോകുക. പ്രിയപ്പെട്ടവരെ, ഫിർഔനോട് അല്ലാഹു ചോദിക്കുകയാ, പറയുകയാണ്, വഖദ് അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ, ഇതിന്റെ മുന്നേ നീ എത്ര വലിയ ധിക്കാരിയായിരുന്നു, എത്ര വലിയ അഹങ്കാരിയായിരുന്നു. ഈ ദുനിയാവിൽ മുഴുവൻ ഫസാദ് വിതച്ചുകൊണ്ട് നീ നിന്റെ അഹങ്കാരം മുഴുവൻ ചിലവഴിച്ചില്ലേ? ഫല്യൗം, ആയതിനാൽ ഇന്നേ ദിവസം, ഫല്യൗം, ആയതിനാൽ ഇന്നേ ദിവസം, നുനജ്ജീക ബിബദനിക്, നിന്റെ ശരീരത്തെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ ചെങ്കടലിന്റെ ആഴിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ ചേതനയേറ്റ ശരീരം മാത്രമാണ്, ജീവനില്ലാത്ത ശരീരം മാത്രമാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വന്ന ഒരുപാട് മനുഷ്യർ കരക്ക് കാത്തു നിൽക്കുന്നുണ്ട്. നീ കടലിലേക്ക് പ്രവേശിച്ചപ്പോൾ നിനക്ക് മരണമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വിഡ്ഢികൾ നിന്നെയും കാത്ത് കരയിൽ നിൽക്കുന്നുണ്ട്. അവർക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് നിന്റെ ഈ ചേതനയേറ്റ ശരീരത്തെ ചെങ്കടലിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എറിയുന്നതാണ്. അല്ലാഹു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നോക്ക് നിങ്ങൾ, ആ ആയത്ത് റബ്ബ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധരാണ്. ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞതാണ്. 2025 ജീവിക്കുന്ന നമ്മളടക്കമുള്ള മഹാമനുഷ്യരെ കുറിച്ച് മുഴുവൻ, ആ മനുഷ്യന്റെ മഹാസഞ്ചയത്തെ കുറിച്ച് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണത്. വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വല്ല തിരിച്ചറിവും നമുക്കുണ്ടായിട്ടുണ്ടോ? വല്ല മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്ര മയ്യിത്തുകൾ നാം കഫൻ ചെയ്തിട്ടുണ്ട്, എത്ര മയ്യിത്തുകൾ നാം ദഫൻ ചെയ്തിട്ടുണ്ട്, ഖബറടക്കിയിട്ടുണ്ട്, എത്ര മയ്യിത്തുകൾക്ക് നാം വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ മയ്യിത്തുകൾ മറമാടിക്കൊണ്ട് ഖബർസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതാ ജീവിതത്തിന്റെ അധാർമിക സഞ്ചാരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പല അവലംബങ്ങളിലേക്കും നാം വീണ്ടും പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. മുൻകാല പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. യഥാർത്ഥത്തിൽ ഒരു മയ്യിത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകപ്പെടുന്നത് കാണുമ്പോ മുൻകാലമുള്ള പണ്ഡിതന്മാർ പറയുമായിരുന്നു, ഇന്നത്തെ മയ്യിത്തിനെ നാളത്തെ മയ്യിത്തുകൾ ചുമന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ചുമക്കുന്ന മയ്യിത്തുണ്ടല്ലോ, അത് ഇന്നത്തെ മയ്യിത്താണ്. ചുമക്കുന്ന നമ്മളുണ്ടല്ലോ, നാം നാളത്തെ മയ്യിത്താണ്. നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം മരിക്കേണ്ടവരാണ് നാം. ഇന്നക മയ്യിത്തും വഇന്നഹും മയ്യിത്തൂൻ,
ആരോടാണിതല്ല പറഞ്ഞതെന്നറിയുമോ? നീയും മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ്. ആരോടാണിത് പറഞ്ഞതെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലിനോടാണ് പറഞ്ഞത്, ഇന്നക മയ്യിത്തുൻ, നീ മരണപ്പെടുന്നതാണ്, താങ്കൾ മരണപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മരണമാകുന്ന നമ്മുടെ നാടിന്റെ ചുറ്റിലും നടക്കുന്ന, നമ്മുടെ അയൽപക്കത്ത് നടക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന മരണങ്ങളുണ്ടല്ലോ, ആ മരണം നമുക്കുള്ള ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ. ഓരോ വട്ടവും മരണം, ഓരോ മരണ വാർത്തകൾ നമ്മൾ ഖബർസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ അത് വലിയ ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തിരിച്ചുവിളിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. ഖബർ കാണേണ്ടതില്ല, പള്ളിക്കാട്ടിലേക്ക് കയറി പോകേണ്ടതില്ല. ഖബറെന്ന് കേൾക്കുമ്പോൾ തന്നെ ഉൾക്കിടലമുണ്ടാകണമെന്നാണ് പറയപ്പെടുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമായിരുന്നു, നീണ്ട താടിരോമങ്ങളുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞ നീണ്ട താടിരോമങ്ങൾ അദ്ദേഹത്തിന്റെ മടിയിലേക്ക് അങ്ങനെ നീണ്ടു കിടക്കുമായിരുന്നു. അത് കാണാൻ തന്നെ വല്ലാത്തൊരു ചേലാണ്, വല്ലാത്തൊരു സൗന്ദര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുധാവനം ചെയ്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് തൂർന്നു കിടക്കുന്ന താടിരോമങ്ങൾ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ബഖീഅ സന്ദർശിച്ചു കഴിഞ്ഞാൽ, മദീന പള്ളിയുടെ ഓരത്തുള്ള ബഖീഅയിലേക്ക് അദ്ദേഹം നടന്നു പോയി കഴിഞ്ഞാൽ, ആ ബഖീഅയിലെ അങ്ങനെ ഖബറുകൾക്കിടയിലൂടെ നടക്കുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുനീരിങ്ങനെ കവിൽ തടത്തിലൂടെ ചാലിട്ടൊഴുകുമെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ അത് താഴേക്ക് വീഴില്ല, കാരണം കണ്ണുനീർ അദ്ദേഹത്തിന്റെ താടിരോമത്തിലേക്ക് അങ്ങനെ ഊർന്നു വരുമെന്നാണ്. എന്നിട്ട് ആ തിങ്ങി നിറഞ്ഞ തീണ്ട താടിരോമങ്ങളുണ്ടല്ലോ, ആ താടിരോമങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് കണ്ണുനീരിന്റെ ബാഷ്പഗണങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ വെള്ളച്ചാല പോലെ ആ താടിരോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുന്ന കാഴ്ചകൾ സ്വഹാബത്ത് കാണുമെന്നാണ് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. യാ ഉസ്മാൻ, എന്തിനാണ് അങ്ങിങ്ങനെ കരയുന്നത്, എന്തിനാണ് ഇങ്ങനെ കണ്ണീര് പൊഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയുമോ? പരലോകയാത്രയുടെ ഒന്നാമത്തെ വീടാണിത്. മനുഷ്യൻ പരലോകത്തെ അഭിമുഖീകരിക്കുന്നതിന്റെ ഒന്നാമത്തെ വീടാണിത്. ഇവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ രക്ഷയുടെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ശിക്ഷയുടെ നാന്തി ഇവിടെ കുറിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം കൂടുതൽ തീവ്രമായി കരയുമായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. 40 or 50 കൊല്ലം കഴിഞ്ഞുകൂടാനുള്ള വീടിന് വേണ്ടി നാം പണിയെടുക്കുമ്പോൾ ആ വീടിന്റെ പണികൾ പൂർത്തിയാക്കുന്ന സമയം എന്തൊക്കെയാണ് നാം പരിഗണിക്കാറുള്ളത്? ആ വീടിന്റെ മാർബിൾ എങ്ങനെയാവണം, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് എങ്ങനെയാവണം, ആ വീടിന്റെ സെൻട്രൽ ഹാൾ എങ്ങനെയാവണം, വരാന്ത എങ്ങനെയാവണം, കിച്ചൺ എങ്ങനെയാവണം, ബെഡ്റൂമുകൾ എങ്ങനെയാവണം, ഇന്റീരിയർ എങ്ങനെയാവണം, ലാൻഡ്സ്കേപ്പ് എങ്ങനെയാവണം, മുറ്റം എങ്ങനെയാവണം എന്നിങ്ങനെ കാലങ്ങളെടുത്തുള്ള മാസങ്ങളെടുത്തുള്ള കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിലാണ് ഓരോ കാര്യങ്ങളും നാം തീരുമാനിക്കുക. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്ഥലത്ത് നിന്നാണ് നാം നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ പർച്ചേസ് ചെയ്യുക. 30, 40, 50 കൊല്ലം കഴിയാനുള്ള വീടിന് വേണ്ടി ഇത്രയേറെ സമയങ്ങൾ നാം ചെലവഴിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മ കിടത്തുന്ന ഖബറുണ്ടല്ലോ, പച്ചയായ നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി കിടത്തുന്ന നമ്മുടെ ഖബറുണ്ടല്ലോ, ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത, സഹോദരനില്ലാത്ത, സഹോദരിയില്ലാത്ത, നാട്ടുകാരില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, പരിചയക്കാരില്ലാത്ത, ആരോരുമില്ലാതെ ഏകാഗിയായി കടക്കേണ്ടി വരുന്ന ഖബറുണ്ടല്ലോ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. എത്രയാണ് കിടക്കേണ്ടത്? പതിറ്റാണ്ടുകളാണോ, നൂറ്റാണ്ടുകളാണോ, സഹസ്രാബ്ദങ്ങളാണോ അവിടെ കിടക്കേണ്ടി വരിക എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും അറിയില്ല. സമാനുകളോളം, യുഗങ്ങളോളം ആ ഖബറിന്റെ ഉള്ളിൽ നാം കിടക്കേണ്ടതുണ്ട്. ആ ഖബറിന് വേണ്ടി എന്താണ് നാം ചെയ്തു വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? ആ ഖബറിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി എന്താണ് നാം ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ
സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ആ ഖബറിൽ നമുക്ക് കൂട്ടായുണ്ടാകുക ചിതലുകളും പുഴുക്കളും മാത്രമായിരിക്കും. നമ്മുടെ മുന്നിൽ വിഭവസമൃദ്ധമായ സദ്യകൾ കൊണ്ടുവന്ന് വെക്കുമ്പോ വിശക്കുന്ന നമുക്ക് എത്രമാത്രം ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുമോ, അതുപോലെ നമ്മുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പുഴുക്കളും ചിതലുകളും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. എത്ര പണം ചെലവഴിച്ചിട്ടാണ് നാം നമ്മുടെ തൊലിയുടെ സൗന്ദര്യം സംരക്ഷിച്ചത്, നാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിച്ചത്. എത്ര പണമാണ് നാം അതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. ഖബറിലേക്ക് അങ്ങോട്ട് വെച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വയറങ്ങോട്ട് വീർക്കുകയാണ്. അസഹ്യമായ ദുർഗന്ധത്തോടെ ആ വയറങ്ങോട്ട് പൊട്ടുകയാണ്. കണ്ണിന്റെ പകരം 2 മാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ശരീരത്തിന്റെ തൊലിയും മാംസവും അടർന്നു വീഴുകയാണ്. ആഴ്ചകൾ കഴിയുമ്പോൾ മുടിയും നഖവും അടർന്നു വീഴുകയാണ്. അവസാനം എല്ലിൻ കൂടിന്റെ ചുറ്റിലും കാണപ്പെടുന്ന ഒരു ദ്രാവകം മാത്രമായി മനുഷ്യന്റെ സ്വപ്നങ്ങൾ തീരുകയാണ്. മനുഷ്യന്റെ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. പെരുമനടിക്കലിൽ നിങ്ങൾ ഇങ്ങനെ വ്യാപൃതരായി കൊണ്ടിരിക്കുകയാണ്. പരസ്പരം മത്സരിച്ചും ഭോഷ്ക നടിച്ചും പെരുമ നടിച്ചും സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും ആധിക്യവും ആ സന്താനങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പെരുപ്പവും എല്ലാം കാണിച്ചിട്ടങ്ങനെ ജീവിക്കുമ്പോ അനിവാര്യമായ അവസാനം ആ പള്ളിക്കാട്ടിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെ മാത്രമേ നിങ്ങളുടെ ഈ പ്രകടനങ്ങൾ മുഴുവനുമുള്ളൂ, നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ മുഴുവനുമുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ മരണമെന്ന് പറയുന്നത് ജീവിതത്തിന് തിരശ്ശീല വീഴലല്ല, ജീവിതം അവസാനിക്കുകയില്ല, ജീവിതം തുടങ്ങുകയാണ്. യഥാർത്ഥ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം, പരലോക ജീവിതം അവിടെ തുടങ്ങുകയാണ്. പരലോക ജീവിതത്തിന്റെ 1ാമത്തെ ഘട്ടം അവിടെ തുടങ്ങുകയാണ്. ആ ഖബർ ജീവിതം തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം ഒന്നാമതായി അല്ലാഹുവിനെ കുറിച്ചുള്ള ചോദ്യത്തിലൂടെയാണ്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചോദ്യത്തിലൂടെയാണ്. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിന് മറുപടി അറിയണമെങ്കിൽ അറബി ഭാഷയിൽ PhD എടുത്തിട്ട് കാര്യമില്ല, വലിയ കിതാബുകൾ മുഴുവൻ വായിച്ചു തീർത്തിട്ട് കാര്യമില്ല. എത്രയോ കിതാബുകൾ രചിച്ചൊരു വലിയ പണ്ഡിതന് പോലും മൻ റബ്ബുക എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയണമെന്നില്ല. ഹൃദയത്തിൽ ഇഖ്ലാസും ഖുശൂഉം അതിന്റെ കൂടെ അമാലുകളും ഇല്ലെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി പറയുക പ്രിയപ്പെട്ടവരെ സാധ്യമല്ല. തൗഹീദ് എന്ന ഏറ്റവും വലിയ റബ്ബിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് മറുപടി പറയാൻ പ്രിയപ്പെട്ടവരെ സാധ്യമല്ല. എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ തങ്ങളാകട്ടെ, എത്ര വലിയ ഉസ്താദാകട്ടെ, ആരാണ് നിന്റെ രക്ഷിതാവ് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ, അല്ലാഹുവാണ് എൻ്റെ റബ്ബെന്ന് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ, മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ റബ്ബ് അല്ലാഹുവായി മാറണം, ജീവിതത്തിൽ റബ്ബ് പടച്ചവനായി മാറണം, ജീവിതത്തിൽ ആശയും അവലംബവും അല്ലാഹു മാത്രമായി മാറണമല്ലാത്തവർ പ്രിയപ്പെട്ടവരെ ഉത്തരം കിട്ടുന്ന പ്രശ്നമില്ല. നേരെ മറിച്ച് ഒരു ചുമട്ട് തൊഴിലാളിയായ ഖുർആൻ പോലും തപ്പിത്തടഞ്ഞ് മാത്രം വായിക്കാൻ അറിയുന്ന പാമരനായ ഒരു മനുഷ്യൻ, അധികമൊന്നും ഇൽമില്ല, അധികമൊന്നും അറിവില്ല, പക്ഷേ ഹൃദയത്തിൽ അല്ലാഹുണ്ടായിരുന്നു, പടച്ച റബ്ബുണ്ടായിരുന്നു. ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും എന്തെന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ആ പാവപ്പെട്ട പാമര മനുഷ്യന്റെ നാവുകൾ യാ അല്ലാ യാ അല്ലാ എന്ന് മാത്രം മന്ത്രിച്ചിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് റബ്ബീ അല്ലാ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ, അണ്ടകടാഹത്തിന്റെ നിയന്താവായ, ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാനായ, അഖിലാണ്ട മണ്ഡലത്തിന്റെ നിയന്താവായ അല്ലാഹുവാണ് എൻ്റെ റബ്ബെന്ന് മറുപടി പറയാൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ നമുക്ക് അല്ലാഹുവാണ് എൻ്റെ റബ്ബെന്ന് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം കാലുവഴുതി വീഴുന്ന സമയത്ത് പോലും നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വചനങ്ങൾ എന്താണ് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
വീട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ സെൻട്രൽ ഹാളിൽ അടുക്കളയിലേക്ക് പോകുമ്പോ കാലൊന്ന് വഴുക്കുകയാണ്, എന്നിട്ട് വീഴാൻ പോകുകയാണ്. ആ സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് ബദിരീങ്ങളെ എന്നാണ് വരുന്നതെങ്കിൽ, മൊയ്തീൻ ഷെയ്ഖേ എന്നാണ് വരുന്നതെങ്കിൽ, മമ്പറത്ത് തങ്ങളെ എന്നാണ് വരുന്നതെങ്കിൽ, അജ്മീറിലെ ഖോജ എന്നാണ് വരുന്നതെങ്കിൽ, അർശിന്റെ ഉടമസ്ഥനായ പടച്ചുറപ്പിന് തന്നെയാണ് സത്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിലെ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഒരു ചെറിയ കാൽവഴുക്കൽ തൊട്ട് ഭീമാകാരമായ ഒരു വാഹനാപകടത്തിന്റെ മുന്നിൽ നാം എത്തിച്ചേർന്നാലും യാ അല്ലാഹ് യാ അല്ലാഹ് എന്നാണ് നമ്മുടെ നാവുകൾ മന്ത്രിക്കുന്നതെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾ മന്ത്രിക്കുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിലുള്ള ചോദ്യത്തിന് കൃത്യമായി റബ്ബി, എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് മറുപടി പറയാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഖബറിൽ നമുക്ക് ബാക്കിയാവുക മൂന്ന് കാര്യങ്ങൾ മാത്രമാണ്, മൂന്ന് വിഷയങ്ങൾ മാത്രമാണ് ആ ഖബറിൽ നമുക്ക് ബാക്കിയാവുക. ഒന്നാമത്തേത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യനവന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തു കൂട്ടിയ നന്മയല്ലാതെ അവനെ കാത്തിരിക്കുകയില്ല കേട്ടോ. അള്ളാഹു പറഞ്ഞു തന്നതാണ് പരിശുദ്ധ ഖുർആനിൽ. ജീവിതമാകുന്ന ഈ പരീക്ഷാ ഹാളിൽ വെച്ച് നാം എഴുതി ചേർക്കുന്ന നന്മയുടെ അധ്യായങ്ങളുണ്ടല്ലോ, ആ നന്മയുടെ അധ്യായങ്ങളല്ലാതെ ഖബറിൽ മറ്റൊന്നും നമ്മെ അനുഗമിക്കുകയില്ല. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സദഖത്തുൻ ജാരിയ. നിന്റെ ജീവിതകാലത്ത് നീ ഇവിടെ ചെയ്തു വെച്ച നന്മകളുണ്ടല്ലോ, ജാരിയായ സദഖകളുണ്ടല്ലോ, നിന്റെ പ്രയത്നം കൊണ്ട് സമ്പത്ത് കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കപ്പെട്ട പള്ളികൾ, കിണറുകൾ, സ്ഥാപനങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ, ഇൽമിന്റെ കേന്ദ്രങ്ങൾ, അവിടെ ആ പ്രവർത്തനം നടക്കുന്ന കാലമത്രയും നിന്റെ അമലിന്റെ ഏട് നിലച്ചു പോകുകയില്ല. നിന്റെ നന്മയുടെ ഏടുകൾ, നിന്റെ നന്മയുടെ പേന നിലച്ചു പോകുകയില്ല. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സാലിഹായ ഒരു മകനാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സന്താനമാണ് മൂന്നാമതായി ബാക്കി ഉണ്ടാവുക. അങ്ങനെ ഒരു സന്താനത്തെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദീനാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഉപ്പാന്റെ മരണത്തെ കുറിച്ച് കൈപിടിച്ച് പറഞ്ഞു കൊടുക്കണം. പൊന്നുമോനെ, ഒരു ദിവസം നിന്റെ ഉപ്പ നിന്നിൽ നിന്ന് വിട പറഞ്ഞു പോകും. ഉപ്പാന്റെ ശരീരം കഫൻതുടി കൊണ്ട് ചുറ്റിപ്പൊതിയും, എന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. 6 അടി മണ്ണിലേക്ക് ബാപ്പാന്റെ ശരീരം വെക്കും. മൂടുകല്ലുകൾ വെച്ചതിന്റെ മുന്നിൽ മണ്ണ് വാരിയിട്ട് നാട്ടുകാരെ മുഴുവനും പിരിഞ്ഞു പോകും. അതിന്റെ പുറത്തേക്ക് ഈ വാപ്പാക്ക് നന്മകളില്ല കേട്ടോ. അതിന്റെ പുറത്തേക്ക് ഈ ബാപ്പാന്റെ കർമ്മത്തിന്റെ ഏടുകൾ തുറക്കപ്പെടുകയില്ല. നിന്റെ പ്രാർത്ഥന മാത്രമാണ്, നിന്റെ ദുആ മാത്രമാണ് ഉപ്പയെ തേടിക്കൊണ്ട് ഖബറിലേക്ക് വരിക, ഉമ്മയെ തേടിക്കൊണ്ട് ഖബറിലേക്ക് വരിക. ആ മക്കളോട് പ്രിയപ്പെട്ടവരെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ മക്കളുടെ ഹൃദയത്തിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ ഇട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞു കൈകൾ പിടിച്ചുകൊണ്ട് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ആ മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിലേ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കൈ കെട്ടിക്കൊണ്ട് സൂറത്തോതിക്കൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് പോലും എനിക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചതെന്ന് എൻ്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേയല്ല, എനിക്ക് വുളു ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് എൻ്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേയല്ല, എനിക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആദ്യാക്ഷരങ്ങൾ ഓതിത്തന്ന് എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേയല്ല, ദീനിന്റെ ആദ്യാക്ഷരങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേയല്ല എന്ന് ആ മക്കൾക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മാത്രമല്ല, ആ വഴിയിലൂടെ മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മനുഷ്യൻ പറഞ്ഞ അനുഭവം ഓർക്കുകയാണ്. എല്ലാ വക്തും കൃത്യമായി പള്ളിയിലെത്തുന്ന ഒരാൾ, 5 വക്തും ഒന്നാമത്തെ സൊഫിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരാൾ, ജീവിതത്തിൽ തിന്മകളില്ലാത്ത, ധാർമ്മികതകളില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ, ഇഖ്ലാസുള്ളൊരു മനുഷ്യൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, അറ്റാക്ക് വന്നിട്ട് പള്ളിയിൽ വെച്ച് മരണപ്പെട്ടപ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് വീട്ടിലേക്ക് എടുത്തപ്പോ ആ മയ്യത്ത് കാണാൻ വേണ്ടി 2 ആൺമക്കളും വന്നില്ല. ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കുന്നതിനും ആൺമക്കളെ ചെയ്യില്ല. മാത്രമല്ല പള്ളിക്കാട്ടിലേക്ക് നാട്ടുകാർ
ആൾക്കാർ ചുമന്നു കൊണ്ടുപോകുമ്പോ ആ മയ്യിത്ത് കട്ടിലിന്റെ ഒരു തോളത്ത് ഒരു ഭാഗത്ത് തോള് വെക്കാൻ ആ മക്കളുണ്ടായിരുന്നില്ല. മയ്യിത്ത് നിസ്കരിക്കുമ്പോ ആ സൊഫുകളിൽ എവിടെയും ആ മക്കളെ കാണാനില്ല. ആ തെരുവിലൂടെ ഈ ബാപ്പാന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ പ്രിയപ്പെട്ടവരെ, അതേ തെരുവിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ കള്ളു കുടിച്ച് ബോധം കെട്ട് ഓടയിൽ വീണ് കിടക്കുകയാണ്. അതേ മനുഷ്യന്റെ ഒന്നാമത്തെ മകൻ ഏതോ കുത്തുകേസിലോ മറ്റോ പെട്ട് റിമാൻഡിൽ കിടക്കുകയാണ്, ജയിലിലാണ്. ഒന്നാമത്തെ മകൻ ജയിലിലാണ്, രണ്ടാമത്തെ മകൻ കള്ളു കുടിച്ച് ബോധരഹിതനായി ഓടയിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ആ മനുഷ്യന് വേണ്ടി അല്ലാഹു എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, വർഹംഹു കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ ആ രണ്ട് മക്കളുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര തന്നെ നല്ലവരായാലും എത്ര തന്നെ ജീവിതത്തിൽ നാം സൂക്ഷിച്ച് ജീവിച്ചാലും നമ്മുടെ വഴിയിലൂടെ മക്കൾ വരണമെന്നില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനയും പരിശ്രമവും ഇല്ലാതെ, പ്രത്യേകിച്ച് ഇന്നിന്റെ കാലഘട്ടത്തിൽ കോരിച്ചൊരിയുന്ന പേമാരിയിലേക്ക് നമ്മുടെ മക്കൾ ഇറങ്ങിപ്പോകുന്നതിന്റെ മുന്നേ അവരുടെ കയ്യിലേക്ക് കൊട നാം വെച്ചു കൊടുക്കുന്നത് പോലെ അധർമ്മങ്ങൾ പേമാരിയായി പെയ്യുന്ന ഇന്നിന്റെ കാലത്ത് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കുട്ടികൾ പോകുമ്പോ ദീൻ എന്ന് പറയുന്ന വലിയ സംരക്ഷണത്തിന്റെ ആ വലിയ സംരക്ഷണം അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മുടെ മരണത്തിന് ശേഷം പ്രാർത്ഥിക്കാനുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മരണത്തിന് ശേഷവും നാട്ടുകാർ നമ്മെ തെറി വിളിക്കുന്നതിന്, നമ്മെ കുറ്റം പറയുന്നതിന് ആ മക്കളെ കാരണമാവുകയും ചെയ്യും. ഏറ്റവും വലിയ അനുഗ്രഹമാണത്. മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ദുആ, ഒരു മനുഷ്യൻ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു ഇങ്ങനെ പ്രതിഫലം കൊടുക്കും, അയാൾക്ക് പ്രതിഫലം ഇങ്ങനെ കൊടുക്കും. ആ മനുഷ്യൻ അത്ഭുതത്തോടെ ചോദിക്കും, പഠിച്ചോനെ, ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത്രയൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, ഇതിന് മാത്രമുള്ള നന്മകളൊന്നും എനിക്കില്ല. അള്ളാഹു പറയും, നിന്റെ മകൻ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറുകളാണ്. സുബ്ഹാനല്ലാഹ്, നിന്റെ മകൻ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറുകളുടെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മക്കളെ നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന റബ്ബി ഗ്ഫിർലി വലിവാലിദൈ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണേ അല്ലാ. റബ്ബിർഹംഹുമാ, അവരോട് നീ കരുണ ചെയ്യണേ. കമാ റബ്ബയാനി സഗീറാ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണോ എന്നെ വളർത്തിയത്, സംരക്ഷിച്ചത്, അതുപോലെ. വലിയ അർത്ഥമുണ്ട് ആ വാക്കുകൾക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിചയമില്ലാത്ത ലോകത്തേക്ക് വന്നു. പാല് വേണമെന്ന് പറയാൻ നമുക്കറിയില്ല, ഉമ്മമാരോട് ചേർത്ത് പിടിച്ചു. വയറുവേദന എടുക്കുന്ന പറയാൻ നമുക്കറിയില്ല, വാപ്പ നമ്മെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഡോക്ടർമാരുടെ അടുത്തേക്ക് മാറി മാറി കൊണ്ടുപോയി, മാറി മാറി മരുന്നുകൾ തന്നു, മാറി മാറി കാണിച്ചു നോക്കി. ആവശ്യങ്ങൾ പറയാതെ, ആവശ്യങ്ങൾ അറിയാതെ അവർ ബന്ധപ്പെടുകയായിരുന്നു, ബേജാറാവുകയായിരുന്നു. നമ്മൾ അജ്ഞാതമായൊരു ലോകത്തേക്ക് പോകുകയാണ്. അജ്ഞാതമായ ഖബർ എന്ന ലോകം, ബർസഖ് എന്ന ലോകം നമുക്ക് മുൻപേ പരിചയമില്ല. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. രക്ഷയാണോ ശിക്ഷയാണോ നമുക്ക് കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ആ അറിയാത്ത ലോകത്ത്, നമുക്ക് പരിചയമില്ലാത്ത ലോകത്ത്, അജ്ഞാതമായ ലോകത്ത്, റബ്ബേ, അജ്ഞാതമായ ഈ ലോകത്ത് ഞാൻ വന്നപ്പോ എന്നെ എൻ്റെ മാതാപിതാക്കൾ സംരക്ഷിച്ചതുപോലെ ഇന്ന് അജ്ഞാതമായ ലോകത്തേക്ക് യാത്രയായ എൻ്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണേ റബ്ബേ. നീ അവർക്ക് സംരക്ഷണം നൽകണേ അല്ലാ, നീ അവർക്ക് കാരുണ്യം നൽകണേ അല്ലാ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം അർത്ഥവത്താണ്, എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെല്ലാം ഇക്റാം ആഗ്രഹിക്കുന്നവരാണ്, ബഹുമാനവും ആദരവും ആഗ്രഹിക്കുന്നവരാണ്. ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആദരവാണ്. ഏറ്റവും വലിയ ഹീനത്ത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അപമാനം, നിന്ദത എന്ന് പറയുന്നത് മരണത്തിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിന്ദതയാണ്. രണ്ട് രീതിയിലാണ് മനുഷ്യന്മാരെ കൊണ്ടുപോവുക. ഇക്റാം, കറാമത്ത് നൽകിയിട്ടും കൊണ്ടുപോകും, ദില്ലത്ത് നൽകിയിട്ടും കൊണ്ടുപോകും. ഈ രണ്ട് രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ കറാമത്ത് നൽകിയിട്ട് അല്ലാഹു ഇക്റാം ചെയ്ത് ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോയ എത്രയോ മനുഷ്യന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മഹാരഥന്മാരായ സ്വഹാബിമാർ, മഹാനായ ആമിർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ഒക്കെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്ഥിരപ്പെട്ടു വന്ന അസറുകളാണ് ഇതൊക്കെ. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് പുറത്തേക്ക് വന്നപ്പോൾ ആ മയ്യത്ത് ഏതാനും സമയം മുന്നേ, ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ മറമാടിയതുപോലെ അതിനൊരു കോട്ടവും വരാതെ, അതിനൊരു കുഴപ്പവും വരാതെ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചതായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉപ്പാനെ കുറിച്ച് പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഹറാം. അദ്ദേഹം
ഷഹീദായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു മറയില്ലാതെ ഒരു അടിമയോടും സംസാരിച്ചിട്ടില്ല, പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു ഹറാമിനോട് അള്ളാഹു മറയില്ലാതെ സംസാരിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ മരിച്ച് 40 കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് ഒരു വെള്ളപ്പൊക്കത്തിൽ ഇതേപോലെ പുറത്തു വന്നു. അന്നെങ്ങനെയാണോ എൻ്റെ ഉപ്പയെ ഖബറടക്കിയത്, ഏത് രീതിയിലാണോ എൻ്റെ ഉപ്പയെ ഖബറടക്കിയത്, അതേപോലെ ഒരു പോറൽ പോലും ഏൽക്കാതെ, ചുളിയാതെ, ഉണങ്ങാതെ, പുഴുക്കുത്തേൽക്കാതെ, ചിതലുകളേൽക്കാതെ എൻ്റെ ഉപ്പയുടെ ശരീരം അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു നൽകുന്ന ഇക്റാം എന്ന് പറയുന്നത്. അല്ലാഹു നൽകുന്ന കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ബഹുമതിയാണ്, അള്ളാഹു നൽകുന്ന ആദരവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകുമാറാകട്ടെ. എല്ലാ വിശ്വാസികളുടെയും ശരീരം ഇതുപോലെ സംരക്ഷിക്കപ്പെടുകയില്ല. അള്ളാഹു ഓരോരുത്തർക്ക് നൽകുന്ന പ്രത്യേകതയാണ്. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. അതേപോലെ അമ്പിയാക്കളല്ലാത്ത ചിലരുടെ ശരീരത്തെ അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, അള്ളാഹു അങ്ങേയറ്റം സ്നേഹിക്കുന്ന മനുഷ്യരുടെ ശരീരത്തെ മണ്ണിന് അള്ളാഹു ഹറാമാക്കും, മണ്ണിനെ തൊടാൻ സമ്മതിക്കൂല. അതിന് പ്രത്യേകത വേണം. ആ പ്രത്യേകത നേടിയെടുക്കുക ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തഖ്വയിലൂടെയാണ്. ജീവിതത്തിൽ നാം പാലിക്കുന്ന നിഷ്കർഷതയിലൂടെയാണ്. അള്ളാഹുവിന് വേണ്ടി നാം വേണ്ടാന്ന് വെക്കുന്ന പാപഭംഗിലമായ നാളുകളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം അള്ളാഹുവിൻ്റെ ഇക്റാം നേടിയെടുക്കുക, അള്ളാഹുവിൻ്റെ ബഹുമാനവും ആദരവും നേടിയെടുക്കുക. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യിത്ത് ഖബറടക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സഅദിൻ്റെ ജസദും റൂഹും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു എന്നാണ്. എല്ലാ മുഅ്മിനും മരിച്ചു കഴിഞ്ഞാൽ ആകാശത്തിൻ്റെ വാതിൽ തുറക്കും. എങ്ങനെയാണത് തുറക്കുക? ഒന്നാമത്തെ ആകാശത്തിലേക്ക് മലക്കുകൾ പോകും. ആ ആകാശത്തിൻ്റെ കാവൽമാലയകയോട് അനുവാദം ചോദിക്കും, അവിടുന്ന് തുറക്കപ്പെടും. അവിടുന്ന് രണ്ടാമത്തെ ആകാശത്തിലേക്ക്, മൂന്നാമത്തെ ആകാശത്തിലേക്ക്. എന്നാൽ ഒരു ഫാജിറായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. അല്ലാഹുവിന്റെ പ്രയോഗം വല്ലാത്തൊരു പ്രയോഗമാണ്. കളവ് നടത്തിയ മനുഷ്യർ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ നിഷേധിച്ച മനുഷ്യർ, അവർ മരിച്ചു കഴിഞ്ഞാൽ, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവരുടെ മുന്നിൽ ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിയുടെ തുളയിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് എത്രമാത്രം അസംഭവ്യമാണോ അത്രമേൽ അസംഭവ്യമാണ് അവരുടെ മുന്നിൽ പരിശുദ്ധമായ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുക എന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നല്ല മനുഷ്യർ മരിക്കുമ്പോൾ ആകാശത്തിൻ്റെ വാതിൽ ഓരോന്നായി തുറക്കും. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അള്ളാഹു ആ നിയമം മാറ്റി. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹു നിയമം മാറ്റും. കത്തിക്കുക എന്ന തീയിൻ്റെ നിയമം, തീയിൻ്റെ ധർമ്മം അള്ളാഹു മാറ്റിയത് തൻ്റെ ഇഷ്ടപ്പെട്ട ഖലീലിന് വേണ്ടിയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടിയാണ്. അള്ളാഹു അത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ നിയമം മാറ്റും. സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഗതം ഓതിക്കൊണ്ട് വാനലോകത്തിൻ്റെ വാതിലുകൾ മുഴുവൻ തുറക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, സഅദിന്റെ മയ്യിത്ത് ചുമക്കുന്നതിന് വേണ്ടി 70,000 മലക്കുകൾ വാനലോകത്ത് നിന്ന് താഴെ ഹാജരായി ആ സഅദിന്റെ മയ്യിത്ത് ചുമക്കാൻ പരസ്പരം മത്സരിച്ചു. സ്വഹാബത്തിന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. റസൂൽ അത് പറഞ്ഞപ്പോൾ സഹാബത്തിനത് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം സഅദിന്റെ മയ്യിത്ത് ചുമന്നപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തൂവലിന്റെ ഭാരം പോലും അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരു തൂവലിന്റെ ഭാരം പോലും സഅദിന്റെ മയ്യിത്തിന് അനുഭവപ്പെട്ടിട്ടില്ല. എന്താ കാരണം? 70,000 മലക്കുകൾ ആ സഅദിന്റെ മയ്യിത്ത് ചുമക്കുന്നതിന് വേണ്ടി മത്സരിക്കുകയായിരുന്നു. മൂന്നാമതായി റസൂൽ പറയാണ്, കാരുണ്യവാനായ അള്ളാഹുവിന്റെ അർശ് വിറച്ചു എന്നതാണ്. ആകാശഭൂമികൾ മുഴുവൻ അർശിന്റെ മുകളിൽ വെച്ചാൽ വലിയ മരുഭൂമിയിൽ കല്ല് വെച്ച വലുപ്പം പോലും ഉണ്ടാവുകയില്ല എന്ന് റസൂൽ പഠിപ്പിച്ച ആ മഹത്തായ അർശ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും ആദമത്തുള്ള, ഏറ്റവും വലിയ സൃഷ്ടി അർശ്. ആ അർശ് ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിറച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അല്ലാഹു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ ബഹുമാനവും ആദരവുമാണ് പ്രിയപ്പെട്ടവരെ. അത് നേടിയെടുത്തത് കർമ്മത്തിലൂടെയാണ്. സഅദിന്റെ സംഭവങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു. സഅദിന് പോലും രക്ഷയില്ല. ഏതൊരു മനുഷ്യൻ്റെ മയ്യിത്തിന് വേണ്ടിയാണോ അർശ് വിറച്ചത്, ആ മനുഷ്യൻ്റെ മയ്യിത്ത് പോലും ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ ഖബറൊന്ന് ഇടുക്കും.
പിന്നീട് വിശാലമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അമലിൻ്റെ കാര്യത്തിൽ, ഇഖ്ലാസിൻ്റെ കാര്യത്തിൽ, ഖുശൂഇൻ്റെ വിഷയത്തിൽ പരമദരിദ്രരായ അങ്ങേയറ്റം ഫക്കീറുകളായ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഖബറിൽ എന്തായിരിക്കുമെന്ന് ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ ജീവിതം സുന്ദരവും സുരക്ഷിതവുമാക്കട്ടെ. ഖബർ ജീവിതം സുന്ദരവും സുരക്ഷിതവുമാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ജീവിതം നന്നാക്കുന്നതിന് വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് നാം വിയർപ്പൊഴിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് നാം പാടുപെടേണ്ടത്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതം സുന്ദരമാക്കുക എന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തെ നമ്മുടെ സഞ്ചാരത്തിനനുസരിച്ച് കൈപിടിച്ചു കൊണ്ടുപോകുക എന്നതാണ്. നമ്മുടെ കുടുംബത്തെ നമ്മോടൊപ്പം ചേർക്കുക. പ്രിയപ്പെട്ടവരെ, ആദ്യം വേണ്ടത് സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സന്താനങ്ങളെ കിട്ടാനല്ല, കിട്ടിയ സന്താനങ്ങളെ നന്നാവുക. നിങ്ങൾക്കറിയോ, ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് മക്കളില്ലാത്ത പരീക്ഷണമല്ല. മക്കളെ കൊടുത്തിട്ട് ആ മക്കളെ നേരാംവണ്ണം തെർബീയത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെ ചോര കരഞ്ഞു തീർക്കുന്ന മാതാപിതാക്കൾ ലോകത്തുണ്ട്. ചോര കരഞ്ഞു തീർക്കുന്ന മാതാപിതാക്കൾ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥയൊക്കെ കേട്ടാൽ അത്ഭുതപ്പെട്ടു നമ്മൾ. പെൺകുട്ടികളടക്കം, ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളടക്കം. പണ്ടൊക്കെ ചെറിയ ഈ 10ാം ക്ലാസ്സിലും +1ലും +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്താണ് നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താ അറിയോ? മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് എന്താണ് നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താ അറിയോ? നോക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അവരുടെ മറുപടി? എന്തായിരിക്കും അവരുടെ മറുപടി? എന്തിനാണ് നിസ്കരിക്കുന്നത്? അതാണ് അവർ തിരിച്ചുള്ള ചോദ്യം. എന്തിനാണ് നിസ്കരിക്കുന്നത്? സ്വർഗം കണ്ടവരാരെങ്കിലും ഉണ്ടോ? നരകം കണ്ടവരാരെങ്കിലും ഉണ്ടോ? പടച്ചോനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? പല രാഷ്ട്രീയ പാർട്ടികളും മനഃപൂർവ്വം പ്രിയപ്പെട്ടവരെ കുട്ടികളുടെ മനസ്സിൽ മതനിരാസം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. മനഃപൂർവ്വം മെല്ലെ 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 ഉപ്പയറിയാതെ, കുട്ടികൾ പോലും അറിയാതെ അവരുടെ മനസ്സിൽ നിന്ന് പരലോക ചിന്തയും സ്വർഗവും നരകമൊക്കെ എടുത്തങ്ങോട്ട് മാറ്റാണ്. പരലോക ചിന്ത മാറ്റിയാൽ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോവാം? ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എങ്കിൽ ഒരു കുട്ടി എന്തും ചെയ്യുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കാക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അല്ലാഹു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും റബ്ബേ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. സൂക്ഷ്മത പാലിക്കുന്ന ഒരു ജനവിഭാഗത്തിന് ഞങ്ങളെ നീ നേതൃത്വമാക്കുകയും ചെയ്യണേ റബ്ബേ, ഇമാമുകളാക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത് പ്രിയപ്പെട്ടവരെ. ഇതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ മക്കൾ വളരുമ്പോൾ തന്നെ അവർക്ക് തർബിയത്ത് കൊടുക്കേണ്ടതുണ്ട്, നന്മതിന്മകൾ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ മുതലിൽ നിന്നൊരു ഈത്തപ്പഴം തിന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുങ്കാറ്റ് പോലെ തന്റെ പേരക്കുട്ടിയുടെ അടുത്തേക്ക് എത്തിയത് എന്തിനാണെന്ന് അറിയുമോ? എന്നിട്ട് തന്റെ പേരക്കുട്ടി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഈത്തപ്പഴം തന്റെ വിരലിട്ടുകൊണ്ട് വലിച്ചു പുറത്തേക്കെടുത്തത് എന്തിനാണെന്നറിയുമോ? ഹുസൈനെ, തുപ്പുമോനെ, അത് പുറത്തേക്ക് തുപ്പിക്കളാ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആക്രോശിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? സകാത്തിന്റെ അർഹരായ ആളുകളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി ഒരു ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 1000 വട്ടം പുറത്തു കൊടുക്കാൻ അവർ തയ്യാറാണ്. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടിയുടെ വായിൽ നിന്ന് ഈത്തപ്പഴം പുറത്തേക്കെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ആ തർബിയത്തും തസ്കിയത്തും കൃത്യമായി റസൂലുള്ള നൽകിയതാണ്. നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കുന്ന ഭക്ഷണം ഏതാണെന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. ഹറാമ് കൊടുത്ത മക്കളുണ്ടല്ലോ, ഒരിക്കലും അവര് നന്നാവുകയില്ല പ്രിയപ്പെട്ടവരെ. പല നാടുകളിലേക്കും പോയി കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞ് സ്റ്റേജിൽ എങ്ങനെ ഇരിക്കുമ്പോൾ പല രക്ഷിതാക്കളും വരും, പല വാപ്പമാരും വരും. എന്നിട്ട് അവരിങ്ങനെ പരാതി പറയും, എത്ര പറഞ്ഞിട്ടും നന്നാവുന്നില്ല, എത്ര ദുആ ചെയ്തിട്ടും നന്നാവുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരോട് ആദ്യമായി ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം എന്താണെന്നറിയുമോ? നിങ്ങൾ അവർക്ക് ഹറാമ് കൊടുക്കാറുണ്ടോ എന്നതാണ്.
ഹറാമ് ഭക്ഷിക്കാൻ കൊടുക്കാറുണ്ടോ എന്നതാണ്. ഹറാമ് കഴിച്ച വളർന്ന മക്കളുണ്ടല്ലോ, അവര് നരകത്തിന്റെ വിറക് കൊള്ളികളാണ് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അവർ തസ്കിയത്ത് നേടുകയില്ല, ഒരിക്കലും അവർ ശുദ്ധി നേടുകയില്ല. അതുകൊണ്ട് ഹറാമ് കൊടുക്കാതെ മക്കളെ വളർത്താൻ കഴിയണം. ഹലാലായ ഭക്ഷണം മാത്രം കൊടുക്കണം. സ്വത്തിനും സമ്പത്തിനും വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുമെന്ന ആ ഒരു നിലപാടിൽ നിന്ന് നമ്മൾ മാറി ഹലാലായ ഭക്ഷണം മാത്രം കൊടുത്താൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കൺകുളിർമയായി മാറുകയുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, നിങ്ങൾ കുടുംബബന്ധം ചേർത്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹലാലായ ഉപജീവനം അല്ലാഹു വിശാലമാക്കി തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള ദീർഘായുസ് കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ആരോഗ്യമില്ലാത്ത ദീർഘായുസ് പ്രിയപ്പെട്ടവർ വലിയ ശാപമാണ്. 3 രീതിയിലാണ് മനുഷ്യന്മാർ മരിക്കുക. 3 രീതിയിലാണ് മരണ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു വരിക. ഒന്നാമത്തെ രീതി എന്താണെന്നറിയുമോ? ഇന്നലെ വരെ നല്ല പയറ് പോലെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പയറ് പോലെ, ഒരു കുഴപ്പവുമില്ലാതെ കരിങ്കല്ല് പോലെ ആരോഗ്യമുണ്ടായിരുന്ന യുവാക്കൾ പെട്ടെന്നൊരു ദിവസം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു, സ്ട്രോക്ക് വന്ന് മരിക്കുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു, അജ്ഞാതമായ രോഗം വന്ന് മരിക്കുന്നു, ആക്സിഡന്റിൽ മരിക്കുന്നു. അപ്രതീക്ഷിതമായ മരണമാണ്. ഈ മരണത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഒരാളോട് പൊരുത്തം ചോദിക്കാൻ നമുക്ക് കഴിയില്ല. പലരുമായി നാം തെറ്റു നിൽക്കുന്നുണ്ടാവും. അവരോട് മാപ്പ് ചോദിക്കാനോ അവരുമായുള്ള ആ ഒരു പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാനോ ഉള്ള സമയം നമുക്കുണ്ടാവുകയില്ല. പലർക്കും നാം സാമ്പത്തികമായ ബാധ്യതയുണ്ടാവും, അതൊന്നും കണക്ക് തീർക്കാൻ നമുക്ക് സമയം കിട്ടുകയില്ല. നമ്മുടെ ജീവിതം ഏതവസ്ഥയിലായിരിക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ പെട്ടെന്നുള്ള മരണം, അതിൽ നിന്ന് അല്ലാഹുവിനോട് നാം കാവലിനെ തേടേണ്ടതുണ്ട്. രണ്ടാമത്തെ മരണം എന്നറിയുന്നത് പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാലം അങ്ങനെ കിടന്നിട്ട് ആർക്കും വേണ്ടാതായി, കുടുംബത്തിന് വേണ്ടാതായി, മഹല്ലിന് വേണ്ടാതായി, നാട്ടുകാർക്ക് വേണ്ടാതായി ഒരു ജീവച്ഛവമായി കട്ടിലിന്റെ മുകളിൽ 10ഉം 20ഉം കൊല്ലം കിടന്നങ്ങനെ നരകിച്ചിട്ടുള്ള മരണമാണ്. ഈമാനിന്റെ വലിയ പരീക്ഷണമാണത്. ഒറ്റ കൊല്ലം കിടന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിന്റെ ഗ്രാഫ് അങ്ങനെ കുറഞ്ഞു വരും. പലരെയും പല രോഗശയ്യയിൽ കിടക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയുമോ? എൻ്റെ റബ്ബിനോട് കാരുണ്യമില്ല. എന്താണ് പടച്ചോനോട് കാരുണ്യമില്ലാത്തത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്ത് പാപമാണ് ഞാൻ ചെയ്തതെന്നൊക്കെയുള്ള കുഫറിന്റെ വർത്തമാനം പറയുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിൽ തോറ്റുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തെ മരണമെന്ന് പറയുന്നത് പല മഹാരഥന്മാരായ മനുഷ്യന്മാർക്കും അള്ളാഹു നൽകിയ മരണത്തിന്റെ സൂചനകൾ പോലെ എൻ്റെ അവധി അടുത്തു കഴിഞ്ഞു എന്ന സൂചന അള്ളാഹു നൽകുന്നതാണ്. പല മനുഷ്യർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. എൻ്റെ പരിചയത്തിൽ ഒരു മനുഷ്യനുണ്ട്, ഒരു സുന്നത്ത് നോമ്പ് പോലും ഒഴിവാക്കാത്ത, ഒരു സുന്നത്ത് നിസ്കാരം പോലും ഒഴിവാക്കാത്ത ഒരു മനുഷ്യൻ. ഒരു റമദാൻ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ വയറിനെന്തോ ദഹനക്കേടുണ്ടാവുകയാണ്. ഡോക്ടറെ അടുത്ത് പോകുന്നു, ദഹിക്കാനുള്ള എൻസൈംസ് എഴുതി കൊടുക്കുകയാണ്. അതുകൊണ്ടൊന്നും മാറുന്നില്ല. അവസാനം കൂടുതൽ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ഡോക്ടർ പറയുകയാണ്, ക്യാൻസർ 4ാമത്തെ സ്റ്റേജിലാണ്, 4th സ്റ്റേജിലാണ്. ഇനി ട്രീറ്റ്മെന്റ് ഇല്ല, ഇനി ഇതിനൊരു പരിഹാരവുമില്ല, മാസങ്ങൾ മാത്രമാണ് നിങ്ങൾ ബാക്കിയാവുക എന്ന മനുഷ്യനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള മാസങ്ങളുണ്ടല്ലോ, പിന്നീടുള്ള ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ബാധ്യതകൾ, സാമ്പത്തികമായ കടപ്പാടുകൾ മുഴുവൻ തീർക്കുകയാണ്, കണക്കുകൾ മുഴുവനും തീർക്കുകയാണ്. മരിക്കുന്നതിന്റെ 2 ദിവസം മുന്നേ അദ്ദേഹം കൊല്ലങ്ങളായി 5 വക്ത് നിസ്കരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കടയുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ വന്നിട്ട് അവസാനം അവിടെയുള്ള തന്റെ കൂടെ നമസ്കരിച്ച മനുഷ്യരോട് മുഴുവൻ മാപ്പ് പറഞ്ഞിട്ട്, അവരോട് മുഴുവനുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞ് പരിഹരിച്ചിട്ട് ആ മനുഷ്യനത് അവിടെ നിന്ന് യാത്രയാവുകയാണ്. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോ ആ പള്ളിയിലേക്ക് ആ മനുഷ്യന്റെ മരണവാർത്ത വരികയാണ്. ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ കൃത്യമായി ചെയ്തു തീർത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കാനുള്ള സമയം കൊടുത്തിട്ടുള്ള മരണം ഏറ്റവും നല്ല മരണമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുന്നേ, മാസങ്ങൾക്ക് മുന്നേ പ്രവാചകന്റെ മരണത്തിന്റെ സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ചുള്ള സൂചന
സൂചനകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ തൊട്ടുമുന്നേയുള്ള വെള്ളിയാഴ്ചകളിൽ താൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞതായി കാണാം. ആ സ്വപ്നത്തിന്റെ തഅബീറായി എൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അവരെ അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനോട് പറയുന്നുണ്ട്, ഉസ്മാൻ ഈ നാളത്തെ നോമ്പ് തുറന്ന് ഞങ്ങളോടൊപ്പമാകണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള സ്വപ്നത്തിൽ പറയുന്നുണ്ട്. ആ സ്വപ്നം പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ സൂചനയായിരുന്നു. ആ മഹാനുഭവന്റെ മരണത്തിന്റെ മണിക്കൂറുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനയായിരുന്നു. ഇങ്ങനെ ഈ വിധത്തിൽ ഒരുങ്ങാനുള്ള സമയം കിട്ടിയിട്ട്, ചെയ്തു പോയ തെറ്റുകൾ റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു പറയാനുള്ള സമയം കിട്ടിയിട്ട് അങ്ങനെ ഒരു മരണമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും നല്ല മരണമെന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ വാർദ്ധക്യത്തിന്റെ എല്ലാ അവശതകളും അനുഭവിച്ച് പ്രയാസങ്ങളും അനുഭവിച്ച് കൊല്ലങ്ങൾ കട്ടിലിൽ കിടക്കുക എന്നത് അള്ളാഹുവിന്റെ വലിയ പരീക്ഷണമാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, രണ്ടാമത്തെ ഗുണമായി പഠിപ്പിച്ചത്, ആരോഗ്യമുള്ള ദീർഘായുസ് നിങ്ങൾക്ക് വേണോ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, സമാധാനമുള്ള മരണം വേണോ, സമാധാനമുള്ള മരണം നിങ്ങൾക്ക് വേണോ, കുടുംബബന്ധം ചേർക്കുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. നിശ്ചയം അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും എന്നിട്ട് അതിൽ നേരായ വഴിയിൽ നിലയുറപ്പിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മരണത്തിന്റെ സമയത്ത് മാലാഖമാർ അവരിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. എന്നിട്ട് ആ മലക്കുകൾ പറയുകയാണ്, അല്ലാ തഖാഫൂ, ഭയപ്പെടേണ്ട കേട്ടോ, വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ട കേട്ടോ. എന്തിനാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? കാണാത്ത കാഴ്ചകളാണ് കാണുന്നത്, കേൾക്കാത്ത കേൾവികളാണ് കേൾക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത അനുഭവങ്ങൾ ഏതൊരു മനുഷ്യനും ബേജാറാവുക സ്വാഭാവികമാണ്. ആ ബേജാറ് വേണ്ട, ആ പേടി വേണ്ട. അല്ലാ തഖാഫൂ, ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതില്ല. ഏതൊരു മനുഷ്യനും ദുഃഖിച്ചു പോകും. നാളിതുവരെ താമസിച്ച വീട് വിട്ടു പോകുകയാണ്, കുടുംബത്തെ വിട്ടു പോകുകയാണ്, നാട് വിട്ടു പോകുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത യാത്രയാണ്. ആ ദുഃഖത്തെയും അപ്രസക്തമാക്കി ആ മലക്കുകൾ പറയുകയാണ്, വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഭയപ്പാടുകളെയും ദുഃഖങ്ങളെയും മുഴുവൻ മറികടക്കുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തുകൊള്ളുക, സന്തോഷിച്ചു കൊള്ളുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി പ്രാപിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. റാദിയതൻ മർദിയ, തൃപ്തി നേടിയ രൂപത്തിലും തൃപ്തിപ്പെട്ട രൂപത്തിലും. ഫദ്ഖുലി ഫീ ഇബാദി ഉദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്കും പ്രവേശിച്ചു കൊള്ളുക, എൻ്റെ സ്വർഗപ്പൂന്തോപ്പിലേക്കും എൻ്റെ അടിമകളിലേക്കും പ്രവേശിച്ചു കൊള്ളുക. അവിടെ ആ ആത്മാവിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ. ഈ മരണത്തിൻ്റെ സമയത്തുള്ള സമാധാനം പ്രാപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഷോർട്ട് കട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് അസ്ലുർ റഹിം, കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കുന്നൊരു മനുഷ്യൻ സമാധാനത്തോടെ മരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം ചേർക്കുന്ന മനുഷ്യന് ദീർഘായുസ് അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം ചേർക്കുന്ന മനുഷ്യന് അല്ലാഹു റിസ്ഖ് വിശാലമാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ കുടുംബം പവിത്രമാണ് എന്നതാണ്. ആ പവിത്രമായ ബന്ധത്തെ, ആ പവിത്രമായ അള്ളാഹു നൽകിയ സമ്മാനത്തെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എത്ര തന്നെ ഭൂമിയോളം താവാനും നമുക്ക് സാധിക്കണം, എത്ര തന്നെ വിട്ടുവീഴ്ച നൽകാനും മാപ്പ് നൽകാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അല്ലാഹ്, നീ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് ചരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, നിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൻ്റെ പാതയിൽ, ആ കലിമത്ത് ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നഖശിഖാന്തം അഹോരാത്രം പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സുൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله.